താരവിഗ്രഹങ്ങളെ തച്ചുടച്ചുകൊണ്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത്. സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിശോധിക്കാൻ ചുമതലപ്പെടുത്തിയ റിട്ടയർഡ് ജസ്റ്റിസ് ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് നടുക്കുന്ന റിപ്പോർട്ടായി മാറുന്നു. ചലച്ചിത്ര രംഗത്തുള്ളവർ ആ മേഖലയിൽ മറ്റാരെയും വിലക്കാൻ പാടില്ലെന്ന് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ശുപാർശകളിൽ പറയുന്നു. സിനിമാ സെറ്റുകളിൽ സ്ത്രീകൾ കടുത്ത വിവേചനം നേരിടുന്നു എന്ന് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. ഷൂട്ടിംഗ് സെറ്റുകളിൽ മദ്യവും ലഹരിമരുന്നും സുലഭമായി ഒഴുകുന്നു. MDMA അടക്കമുള്ള മാരകമായ ലഹരി ഒഴുകുന്നു. സിനിമയിൽ പ്രവർത്തിക്കുന്ന വനിതകൾക്ക് നിർമ്മാതാവ് സുരക്ഷിതമായ താമസ യാത്രാ സൌകര്യങ്ങൾ നൽകുന്നില്ല. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ ഡ്രൈവറായി നിയോഗിക്കുകയും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ ഉപയോഗിച്ച് സ്ത്രീകളെ നിർമ്മാതാക്കളും സംവിധായകരും ചൂഷണം ചെയ്യുകയും ചെയ്യുന്നു. വനിതകളോട് അശ്ലീലം പറയരുത്, തുല്യ പ്രതിഫലം നൽകണം തുടങ്ങി വിവിധ നിർദ്ദേശങ്ങളും ഈ റിപ്പോർട്ടിൽ മുന്നോട്ട് വച്ചിട്ടുണ്ട്. മലയാള സിനിമാ രംഗവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവരങ്ങളാണ് റിപ്പോർട്ടിൽ ഉള്ളത് എന്ന് വ്യക്തം. മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൌച്ച് ഉണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പുതുമുഖങ്ങളെ പീഡിപ്പിക്കുന്ന സ്വഭാവമുണ്ട്. പല നടന്മാരും ഈ പീഡന ശ്രമത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സിനിമാ രംഗത്ത് പുറമേയുള്ള തിളക്കം മാത്രമേയുള്ളൂ. അവസരം ലഭിക്കാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടതായി പല നടിമാരും മൊഴി കൊടുത്തിട്ടുണ്ട്. മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് ക്രിമിനലുകളാണെന്നും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നു. സിനിമാ മേഖലയിൽ വ്യാപകമായ ലൈംഗിക ചൂഷണമുണ്ട്. വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കുന്നത് സംവിധായകരും നിർമ്മാതാക്കളുമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. സഹകരിക്കുന്നവരെ കോഓപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റ് എന്ന് ഓമന പേരിട്ട് വിളിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 2019 ഡിസംബറിൽ ഹേമ കമ്മീഷൻ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയെങ്കിലും സർക്കാർ അത് പുറത്തുവിട്ടില്ല. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകളും തള്ളിയിരുന്നു. നടി ശാരദ, മുൻ IAS ഉദ്യോഗസ്ഥ KB വത്സലകുമാരി എന്നിവരായിരുന്നു കമ്മീഷൻ അംഗങ്ങൾ. വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശം അനുസരിച്ചാണ് വർഷങ്ങൾക്ക് ശേഷം റിപ്പോർട്ട് പുറത്തുവിടുന്നത്. വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന ഭാഗങ്ങൾ കമ്മീഷൻ നിർദ്ദേശപ്രകാരം റിപ്പോർട്ടിൽ നിന്ന് ഒഴിവാക്കി. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശക്തമായ നിയമം ആവശ്യമാണെന്നും ട്രൈബ്യൂണൽ രൂപീകരിക്കണമെന്നും ജസ്റ്റിസ് ഹേമ കമ്മീഷൻ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിട്ടുണ്ട്. സിനിമയിൽ അവസരത്തിനായി കിടക്ക പങ്കിടാൻ ആവശ്യപ്പെടുന്നതായും മറ്റു രീതിയിൽ ചൂഷണം ചെയ്യുന്നതായും പലരും നേരിട്ടും അല്ലാതെയും കമ്മീഷനെ അറിയിച്ചു. ഇതിന് പിൻബലം നൽകുന്ന രേഖകളും അവർ ഹാജരാക്കി. ഷൂട്ടിംഗ് സ്ഥലത്ത് പലപ്പോഴും ശുചിമുറിയോ വസ്ത്രം മാറാനുള്ള സൌകര്യമോ ഉണ്ടാകാറില്ല. ഇത് ചോദിച്ചാൽ മോശമായി പ്രതികരിക്കാറുണ്ടെന്നും കമ്മീഷനോട് പരാതിപ്പെട്ടവരുണ്ട്. കാസ്റ്റിംഗ് കൌച്ച് മലയാള സിനിമയിൽ സജീവമാണ്. പല നടന്മാർക്കും പല നിർമ്മാതാക്കൾക്കും പല സംവിധായകർക്കും സ്ത്രീകളെ പീഡിപ്പിക്കുന്നത് വിനോദമാണ്. കൂടെ കിടക്കാൻ താൽപര്യപ്പെടുന്ന സ്ത്രീകളെ വിളിക്കുന്നത് കോഓപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റ് എന്നാണ്. ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. വിഗ്രഹങ്ങൾ തച്ചുടയ്ക്കപ്പെടും.